ഹായ്, ഞാൻ ഡോക്ടർ അഭിഷാക്. ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ OP-യില് സ്ഥിരമായിട്ട് നമ്മളെ പേഷ്യൻസ് പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ അവിടെ എന്തോ പൊട്ടലുണ്ടെന്ന് തോന്നുന്നു, പിന്നെ വാദത്തിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് എല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു ഒന്നോ രണ്ടോ റീസൺസ് ഒക്കെയാണ് ഈ ഉപ്പൂറ്റിയിൽ ഈ വേദന വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ രാവിലെ എണീറ്റിട്ട് കാല് തറയിൽ വയ്ക്കുമ്പോൾ നമുക്ക് അസഹ്യമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകുന്നു. നമുക്കതിന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയാം. കൂടുതലും സാധ്യത അതിനായി. അതല്ല, നമുക്കിപ്പോ കുറച്ച് ദൂരം നമ്മൾ നടന്നു കഴിയുന്നു, ആ സമയത്തൊക്കെ നമ്മുടെ കാലിന്റെ പുറകിലായിട്ട് ഏകദേശം ഒരു പോയിന്റിലേക്ക് ആയിട്ട് നല്ലൊരു വേദന വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കുത്തുന്ന പോലത്തെ ഒരു പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അക്യുലസ് ടെൻഡനൈറ്റിസ് ആയിരിക്കും. ചില കേസിൽ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ചോപ്പ് കാണും, അതുപോലെ തന്നെ കുറച്ച് നീര് കാണും, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് നടന്നൊക്കെ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കൂടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ഉപ്പൂറ്റിയുടെ പുറകിലായിട്ട്, താഴെയല്ല രണ്ട് സൈഡിലുമല്ല, അതിന് പുറകിലായിട്ട് ബഡ്സ് ഉണ്ട്, നമ്മൾ ബഡ്സൈറ്റിസ് എന്ന് പറയും. അവിടെ എന്തോ വന്നേക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും. ചില കേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് കാലിന്റെ അടിയിൽ നല്ലൊരു വേദന ഉണ്ടാവും. നമ്മൾ അതിനെ തൊട്ട് നോക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ നല്ല ഒരു ഷാർപ്പ് പെയിൻ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. അത് വരുന്നത് മിക്കവാറും ഹീൽ സ്പർ അല്ലെങ്കിൽ കാൽക്കേനിയൻ സ്പർ ആയിരിക്കും. പിന്നെ അല്ലാണ്ട് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാലിലും ഇതുപോലെ തന്നെ കാലിന്റെ നമ്മുടെ ആംഗിളിലായിട്ട് ഒരു ബാൻഡ് ഉണ്ട്, അതിന്റെ അകത്തോടെ നെർവ്സ് പോകുന്നുണ്ട്. നമ്മൾ അതിനെ ടാഴ്സൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു നംനെസ്സും അങ്ങനെയുള്ള ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻ നമ്മുടെ കാലിലോട്ട് അനുഭവപ്പെടും. അങ്ങനെയും നമുക്കുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർത്രൈറ്റിസ് റിലേറ്റഡ്, നമ്മുടെ ഈ വ്യത്യാസത്തിന്റെ ഡെപ്പോസിഷനൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പെയിൻ ഉണ്ടാവും. അതല്ല എങ്കിൽ ഫ്രാക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻസ് ഉണ്ടാവും. ഇതില് ആർത്രൈറ്റിസ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അതിൽ എപ്പോഴും ഒരു ചൂടുണ്ടാവും. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് കാരണമോ ഒന്നും വേണ്ട, അത് അഗ്രിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് മനസ്സിലാവും. ഫ്രാക്ചർ ആണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം, അതിന് തക്കതായിട്ടുള്ള റീസൺ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തറയിൽ കുത്താൻ പറ്റാത്തത്രയും വേദന. ഇനി ഇതൊന്നും അല്ലാതെ സീവേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ കൊച്ചുകുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളെ കൗമാരക്കാരിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. അവരുടെ ഈ ഗ്രോത്ത് പ്ലേറ്റ് കാൽക്കേനിയൽ ബോണിലായിട്ടാണ് വരുന്നത്. അത് വളരുന്നതനുസരിച്ചിട്ട് ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഇതിലൊരു ഇൻഫ്ലമേഷൻ വരാം. അപ്പൊ നമ്മൾ അതിന്റെ സീവേഴ്സ് ഡിസീസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഈ ഹീലിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ഒന്നോ രണ്ടോ റീസൺസ് കൊണ്ടല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു 2 ആഴ്ചയിൽ കൂടുതലൊക്കെ ഈ വേദന നിൽക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. എന്നിട്ട് അതിന് വേണ്ട ചികിത്സകളൊക്കെ നോക്കും.